ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ന്യൂ ക്രിറ്റിസിസം. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th സെഞ്ച്വറിയിലാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുവരെ എക്സിസ്റ്റ് ചെയ്തിരുന്ന മറ്റ് ടൈപ്പ് ഓഫ് അനാലിസിസിൽ നിന്നും ന്യൂ ക്രിറ്റിസിസത്തിനെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ് ന്യൂ ക്രിറ്റിക്സ് ഒരു ടെക്സ്റ്റിനെ കൺസിഡർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ എ ടെക്സ്റ്റ് ഇസ് കൺസിഡേർഡ് ആസ് ഓട്ടോണോമസ് ഇൻ ന്യൂ ക്രിറ്റിസിസം. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് എൻറ്റിറ്റിയാണ്. അതിന് പുറത്തുള്ള ഒരു കാര്യങ്ങളുടെയും സഹായമില്ലാതെ നമുക്ക് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് എവ്രിതിങ് ദാറ്റ് ഈസ് നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് എ വർക്ക് ഇസ് പ്രസൻറ്റ് വിത്തിൻ ഇറ്റ്. ടെക്സ്റ്റിനെ മനസ്സിലാക്കേണ്ട എല്ലാ ആസ്പെക്റ്റുകളും ആ ടെക്സ്റ്റിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണോമസ് ആണ്. So as we have already discussed, new criticism flourished from the 1920s. 1920s-ലെ ഈ പറയുന്ന ഐഡിയാസും കോൺസെപ്റ്റ്സും എല്ലാം വൈഡ്ലി പോപ്പുലറൈസ് ചെയ്ത് വരാൻ തുടങ്ങി. എന്നാൽ ഇതിന് ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ് ഈ ടെക്നീക്സിനെല്ലാം ഒരു ടേം കൊടുക്കുന്നത് ആക്ച്വലി ജോൺ ക്രോ റാൻസമിൻ്റെ ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന 1941-ലെ പബ്ലിഷ്ഡ് വർക്കിലൂടെയാണ്. ആൻഡ് ഓൾസോ this type of a criticism was basically used to analyze poetry and poetic forms. പോയംസിനെ അനലൈസ് ചെയ്യാനായിരുന്നു ഈ മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ന്യൂ ക്രിറ്റിസിസത്തിന് മുന്നേ വളരെ പ്രിഡോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ബയോഗ്രഫിക്കൽ ഒക്കെ ആയിരുന്നു. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്ത് ആ ടെക്സ്റ്റിനെ പഠിക്കാൻ നോക്കും. അതുപോലെ തന്നെ ഓഥറിൻ്റെ ബയോഗ്രഫി പഠിച്ചതിന് ശേഷം അത് എങ്ങനെ ആ വർക്ക് ഓഫ് ആർട്ടിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ആ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്തിരുന്നത്. എന്നാൽ ന്യൂ ക്രിറ്റിക്സ് അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആൻഡ് ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള എല്ലാ മെത്തേഡിനെയും റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. So according to new criticism, one of the techniques that a critic can use to analyze a literary text was close reading. അപ്പോൾ എന്താണ് ക്ലോസ് റീഡിംഗ് എന്ന് നമ്മളിനി വരും സ്ലൈഡുകളിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ന്യൂ ക്രിറ്റിസിസം ഒരു ക്രിട്ടിക്കിനെ കണ്ടിരുന്നത് ഒരു ടെക്നീഷ്യനായിട്ടാണ്. ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്കിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കിൽസ് അറിയുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഒരു ന്യൂ ക്രിട്ടിക് എന്ന് പറയുന്ന ആൾ ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനുള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം ക്ലോസ് റീഡിംഗ് വഴി മനസ്സിലാക്കാനും ആ ടെക്സ്റ്റിൻ്റെ മീനിങ്ങും ആ ഫോമിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ ന്യൂ ക്രിറ്റിസിസം മുന്നോട്ട് വെക്കുന്ന ഈ എല്ലാ സ്ട്രാറ്റജീസും വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മോഡേണിസ്റ്റ് പോയറ്റ്സ് ആൻഡ് ക്രിറ്റിക്സ് ലൈക്ക് T.S. Eliot, I.A. Richards, ബ്രൂക്സ് ആൻഡ് വാറൻ, ജോൺ ക്രോ റാൻസം, അലൻ ടേറ്റ്, അങ്ങനെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് മോഡേണിസ്റ്റ് പോയിറ്റ്സിൻ്റെയും ക്രിറ്റിക്സിൻ്റെയും ഇൻഫ്ലുവൻസും കോൺട്രിബ്യൂഷനുമാണ് ആക്ച്വലി ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. Now let's see what are the basic assumptions and practices of new criticism. As we have already seen, unlike the historical or biographical criticism, new criticism completely concerns with the text itself, all right, with its language and the organization within the text. ആ ഒരൊറ്റ കോൺസെപ്റ്റാണ് ന്യൂ ക്രിറ്റിസിസത്തിന് ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഒരു ടെക്സ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ആ ടെക്സ്റ്റിനുള്ളിലത്തെ എലമെൻറ്റ്സ് ആയിട്ടുള്ള അതിൻ്റെ ലാംഗ്വേജിൽ യൂസ് ചെയ്തിരിക്കുന്ന പലതരം എലമെൻറ്റ്സ്, അതിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, ഫോം, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും. So also it warns the reader against the critical practices which diverts attention from the text itself. ടെക്സ്റ്റിനെ അതിനുള്ളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ആസ്പെക്റ്റുകളെയും ന്യൂ ക്രിറ്റിസിസം വാൺ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള എലമെൻസിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റീഡർ റെസ്പോൺസ്, നമ്മൾ പറയും ഒരു റീഡറിൻ്റെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത ഒരു ടെക്സ്റ്റിനെ നമുക്ക് വാല്യൂ ചെയ്യാമെന്ന് പറയുന്ന എല്ലാ കോൺസെപ്റ്റുകളെയും റിജക്റ്റ് ചെയ്യുന്നു. Now let's come to the most important term in new criticism, that is the close reading.
സോ വാട്ട് ഈസ് എ ക്ലോസ് റീഡിങ്? ക്ലോസ് റീഡിംഗ് ആണ് ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഏറ്റവും അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട് പറയുന്നത്. ദിസ് ഈസ് ദ ടെക്നിക് ദാറ്റ് ന്യൂ ക്രിറ്റിക്സ് യൂസ് ടു അനലൈസ് എ പർട്ടിക്കുലർ വർക്ക് ഓഫ് ആർട്ട്. ഒരു ലിറ്റററി വർക്കിലുള്ള എല്ലാ എലമെൻസിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലോസ് എക്സാമിൻ ചെയ്ത് ഇൻഡെപ്ത് അനാലിസിസ് നടത്തി അവ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻസ് മനസ്സിലാക്കി, മേ ബി ആംബിഗ്വിറ്റീസ് ആണെങ്കിൽ അതിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കുന്നതിനെയാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. So it is basically a close examination or an in-depth analysis of the elements that we can find inside a literary work of art. So why is this close reading so important in new criticism? Because the new critics considered that the merit of a work is to be found in its language and structure. ഒരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്തേക്കുന്ന ലാംഗ്വേജിൻ്റെയും അതിൻ്റെ സ്ട്രക്ചറിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം എങ്കിൽ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ക്ലോസ് എക്സാമിൻ ചെയ്താലേ പറ്റുള്ളൂ. നമ്മളതിനെ ക്ലോസ് റീഡ് ചെയ്ത് അതിൻ്റെ ഓരോ എലമെൻസിൻ്റെയും, ലാംഗ്വേജിൻ്റെ ആയാലും ശരി, അതിൻ്റെ ഫോം അതായത് സ്ട്രക്ചറിൻ്റെ ആണെങ്കിലും, ഈ ഓരോ എലമെൻസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി ആ പർട്ടിക്കുലർ ലിറ്റററി ടെക്സ്റ്റിൻ്റെ മെറിറ്റ് മനസ്സിലാക്കുന്നു. ദ ന്യൂ ക്രിറ്റിക്സ് കൺസീവ് ദ ലിറ്റററി വർക്ക് ആസ് എ ലിറ്റററി കൺസ്ട്രക്റ്റ്. ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ലിറ്ററൽ എലമെൻറ്റ്സ് കൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്ന ഒരു വർക്കായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ദേ തിങ്ക് അബൌട്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, സിംബൽസ്, ഇമേജറി, മീനിങ് വിത്തിൻ ദ ടെക്സ്റ്റ്, എക്സെട്ര. സോ ഒരു ലിറ്റററി കൺസ്ട്രക്റ്റ് ആകുമ്പോൾ എന്തെല്ലാം വെച്ചിട്ടായിരിക്കും അതിനെ കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്? അതിൻ്റെ ലാംഗ്വേജും അതിൻ്റെ ഫോമും ഓഫ് കോഴ്സ്. സോ ആ ലാംഗ്വേജിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എല്ലാ എലമെൻസും ന്യൂ ക്രിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദെം ദ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് എ ലിറ്റററി വർക്ക് ആർ സിംബൽസ്, ഇമേജസ്, വേർഡ്സ് rather than പ്ലോട്ട്, ക്യാരക്ടർ, തീം ആൻഡ് തോട്ട്. അപ്പോൾ ഒരു ലിറ്റററി വർക്കിലെ തീം എന്താണ്, പ്ലോട്ട് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടേഴ്സാണുള്ളത് എന്നതിനെക്കാട്ടിലും ഏതൊക്കെ വേർഡ്സ് ഉപയോഗിച്ചാണ് ഒരു പെർട്ടിക്കുലർ പ്ലോട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അതിൽ എന്തെങ്കിലും സിംബൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആർ examined in a close reading. So it was really important for the new critics to study the words, their arrangements, the way in which they act and react on each other. So words, beside their literal meaning and significance, also have emotional, associative, symbolic significance, and only close reading and analysis can bring out their total meaning. Another important aspect of the new critics is that they try to displace content of literary analysis and treat the work's form and its content. അപ്പോൾ കോണ്ടൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു നേരത്തെയുള്ള ലിറ്റററി അനാലിസിസും നടന്നിരുന്നതെങ്കിൽ ന്യൂ ക്രിറ്റിക്സ് claim that form of the particular literary work is also important. So they treated form as a self-contained and autonomous entity deserving all critical attention. Now to summarize what we have just discussed, for new critics, the literary art is a complete entity in itself, and the function of the critic is to analyze, interpret, and evaluate the work of art. And his or her function should be unbiased with focus only on the text itself. Now, they view literary work as a self-sufficient, autonomous entity whose failure and success are to be found in the work itself. Also, the merit of the work lies neither in the minds of the writer nor in the responses of the reader, but in the language and structure of the work itself. That is, the text is more important than the reader and the writer. എഴുതുന്ന സമയത്ത് റൈറ്ററിന് എന്തു തോന്നി എന്നുള്ളതോ വായിക്കുന്ന സമയത്ത് റീഡറിന് എന്തു തോന്നി എന്നതോ അല്ല ഒരു വർക്കിൻ്റെ മെറിറ്റിനെ നിശ്ചയിക്കുന്നത്. അതേസമയം ആ ടെക്സ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ലാംഗ്വേജും അതിൻ്റെ സ്ട്രക്ചറും ഫോമുമാണ്. ദിസ് ഇസ് വാട്ട് ദ ന്യൂ ക്രിറ്റിക്സ് ബിലീവ്ഡ് ഇൻ.
Now let us look into the limitations of new criticism. So these limitations were pinpointed by Chicago critics, especially by R.S. Crane in his book Critics and Criticism, published in 1952. So it says that their approach is narrow and ignores the claim of historical, sociological, സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ അനാലിസിസ്. അപ്പോൾ എന്തൊക്കെയാണോ ന്യൂ ക്രിറ്റിക്സ് അവരുടെ ഒരു അസംഷനായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസസ് ആയിട്ടോ എടുത്തത് അത് തന്നെയാണ് അവരുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അതായത് മറ്റ് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ അനാലിസിസിനെയും അവർ റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അതാണ് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. കാരണം ഈച്ച് ഓഫ് ദെം ഹാസ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ്. ഈ ഓരോ അനാലിസിസിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ യു കനോട്ട് റിജക്റ്റ് ഓൾ ഓഫ് ദെം. Now, the second limitation is that it ignores the reactions of critics and responses of the readers. It also ignores the study of history of literary criticism, which trains a critic to find out literary merits and its values. അല്ല, ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് ഒരു ക്രിറ്റിക് എന്ന് പറയുന്നൊരു ടെക്നീഷ്യനാണ്. ആ ടെക്സ്റ്റിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കാൻ ആ ക്രിറ്റിക്ക് അറിയേണ്ട ചില സ്കിൽസ് ഉണ്ട്. അത് ക്ലോസ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ലാംഗ്വേജിനെ അനലൈസ് ചെയ്യാൻ, അതിൻ്റെ ഫോമിനെ അനലൈസ് ചെയ്യാനുള്ള ടെക്നീക്സാണ് ഒരു ക്രിറ്റിക്ക് അറിയേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഹിസ്റ്ററി മൊത്തം പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് ന്യൂ ക്രിറ്റിക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ തന്നെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. The next limitation is that they are too much preoccupied with textual analysis, that is words, irony, paradox, images, etc. അപ്പോൾ ഈ ടെക്സ്റ്റിനുള്ളിൽ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഫോം ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് മാത്രമായിട്ട് ന്യൂ ക്രിറ്റിസിസം ലിമിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസിക് റീസൺ, ദ ടെക്സ്ച്വൽ അനാലിസിസ് കെൻ എസ്റ്റാബ്ലിഷ് ഓൺലി ദ ലിറ്റററി ക്വാളിറ്റി ഓഫ് എ വർക്ക്. വി നീഡ് അതർ ക്രിട്ടിക്കൽ മെത്തേഡ്സ് ടു ഡിറ്റർമിൻ ഇറ്റ്സ് ഗ്രേറ്റ്നെസ്. സോ ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്താൽ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ ലിറ്റററി ക്വാളിറ്റി മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലാംഗ്വേജ് ക്വാളിറ്റി, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി മാത്രമേ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഫൈനലി, all kinds of literature cannot be judged by this textual approach. Though it may be effective for some genres, all genres cannot be evaluated by it. So as we have discussed earlier, ഇത് ആദ്യമേ പോയിട്രിയിലാണ് കൂടുതലും യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ടൈപ്പ് ഓഫ് അനാലിസിസ്. ഇത് മറ്റ് ജോൺറേഴ്സിൽ യൂസ് ചെയ്യാൻ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട്. സോ ദാറ്റ് ഈസ് എ ഫൈനൽ ലിമിറ്റേഷൻ. ഇറ്റ് cannot be used to judge all kinds of literature.